ഏകദേശം 12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഇനി മേലാൽ പ്രസവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പാരന്റ്സിനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. കാരണം ഓൾറെഡി അവരുടെ വീട്ടിൽ കുറെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഫുഡിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുന്നു. എല്ലാവരും ഒരു ചെറിയ വീടിനകത്ത് ഞെരുങ്ങിയാണ് കഴിയുന്നത്. അത്രയ്ക്ക് ദാരിദ്ര്യമാണ്. ഇവനാണ് അല്പം മുതിർന്ന കുട്ടി. സ്കൂളിൽ പോകാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന കാശിനാണ് ഫുഡ് കഴിക്കുന്നത്. അവൻ ഇഷ്ടമില്ലാതെയാണ് ഈ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അവരുടെ ഏരിയയിൽ കട നടത്തുന്ന ഒരാൾ ഇവന്റെ അനിയത്തിക്കായി ഒത്തിരി സ്നാക്സ് ഫ്രീ ആയി കൊടുക്കുന്നു. കാരണം അയാൾക്ക് ആ കുട്ടിയെ ഒരു നോട്ടമുണ്ട്. പക്ഷെ ഇവൻ അയാളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അയാൾ കൊടുക്കുന്ന സ്നാക്സ് അവൻ വേസ്റ്റിൽ കളയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഉറങ്ങി എണീറ്റതും അവൾ കിടന്ന ബെഡ്ഷീറ്റിൽ ചോരക്കറ കാണുന്നു. ഉടനെ പാരന്റ്സ് അറിയാതെ അവളെയും കൊണ്ട് പബ്ലിക് ബാത്റൂമിൽ വന്ന് വാഷ് ചെയ്തിട്ട് കടയിൽ നിന്ന് ആരും അറിയാതെ പാഡ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇത് ആരോടും പറയരുതെന്ന് പറയുന്നു. കാരണം പാരന്റ്സ് അറിഞ്ഞാൽ അവളെ ആ കടക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് അവൻ പേടിക്കുന്നു. എന്നാലും ഇത് ഒത്തിരി നാൾ മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അനിയത്തിയുടെ ജീവിതമെങ്കിലും ഇവരുടേതുപോലെ അല്ലാതെ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ച് അവളെയും കൊണ്ട് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവർ പാരന്റ്സിന്റെ കയ്യിൽ പെടുന്നു. അവസാനം അവൻ പേടിച്ചതുപോലെ തന്നെ അവളെ ആ കടക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ ദേഷ്യത്തിൽ അവൻ വീട്ടിൽ നിന്നിറങ്ങുന്നു. അവൻ ആഹാരത്തിന് പോലും വഴിയില്ലാതെ അലയുന്നു. എവിടെ ജോലി അന്വേഷിച്ചു പോയാലും ഇവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. അതെടുക്കുന്നതിനായി അവൻ വീണ്ടും വീട്ടിലേക്ക് വരുന്നു. നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞുപോയ അനിയത്തി ചെറിയ പ്രായത്തിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് പ്രസവത്തോടെ മരിച്ചു പോകുന്നു. അതറിഞ്ഞതും എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവളെ കല്യാണം കഴിച്ചു കൊടുത്ത ദേഷ്യത്തിൽ ആ കടക്കാരനെ കുത്തിയിട്ട് അവൻ ജയിലിൽ പോകുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണെങ്കിലും മോഷ്ടിക്കാതെയും യാചിക്കാതെയും നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അവൻ ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ അവന്റെ അമ്മ വീണ്ടും പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് വളർത്താൻ കഴിവില്ലെങ്കിൽ പ്രസവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അവൻ വളരെയധികം ഫേമസ് ആവുന്നു.